നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കൂണ് നമുക്ക് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. നമ്മൾ തോരൻ വെക്കാൻ വേണ്ടിയാണ്, അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്താൽ മതി. ഇതിപ്പോൾ കൂണിന് ചെറിയൊരു മഞ്ഞ കളർ വന്നേക്കുന്നത് നമ്മൾ മഞ്ഞപ്പൊടി വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചായിരുന്നു കേട്ടോ, ഒരു 5 മിനിറ്റോളം. അതിൻ്റെയാണ് ഒരു മഞ്ഞ കളർ. അപ്പോൾ നമ്മൾ കൂണെല്ലാം ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തോരൻ വെക്കാനുള്ള ഒരു രീതിയിലാണ് ഇങ്ങനെ അരിഞ്ഞത് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതി തന്നെയാണ് നമ്മൾ സവോള അരിഞ്ഞെടുത്തത് കേട്ടോ. കൂൺ എന്തോരം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബോക്സ് ആണ്, ഏകദേശം ഒരു 200 ഗ്രാമോളം കാണും കേട്ടോ. അത്രയും കൂടാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. ഈ കൂണ് നമ്മൾ അരിഞ്ഞത് ഇവിടെ ഇരിപ്പുണ്ട്. ഒപ്പം കൂൺ ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു 2 സവോള അരിഞ്ഞത്, ഒരു 4 പീസ് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, വറ്റൽമുളക് 2 പീസ്, പിന്നെ കുറച്ച് തേങ്ങ കേട്ടോ, ഒരു 4 മുറി തേങ്ങ ചിരണ്ടിയത്. ഇത്രയും സാധനം കൊണ്ടാണ് നമ്മൾ ഈ കൂണ് തോരൻ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ചീഞ്ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. ചീഞ്ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, ഒരു 2 ടേബിൾ സ്പൂണോളം. എണ്ണ ചൂടായതിനു ശേഷം ഒരു 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടിയതിനു ശേഷം നമുക്ക് വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഒരു 2 ഇട്ടാൽ മതി. തീ കുറച്ചിട്ടിട്ട് നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. മുളകും കറിവേപ്പില ഒന്ന് മൂത്തതിന് ശേഷം സവോള ഇട്ട് കൊടുക്കാം കേട്ടോ. ഒപ്പം പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ വഴറ്റിയെടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഇട്ടിരുന്ന സവോള ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് ഗരം മസാല. നമുക്ക് ആ പൊടിയും കൂടെ കൂട്ടി നല്ലപോലെ ഒന്ന് ആ പച്ചമുളകൊക്കെ പോണോണം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഇട്ടേക്കുന്ന പൊടിയും ബാക്കി സാധനങ്ങളെല്ലാം മൂത്ത് നല്ലൊരു മണം വരുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ എടുത്തപ്പോൾ കൂൺ അത്രയും ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ തന്നെ അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നല്ലപോലെ നമ്മൾ ഇട്ടേക്കുന്നതിൻ്റെ പകുതിയായി മാറും കേട്ടോ. അതുകൊണ്ട് ഇത്രയും ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ കിട്ടത്തില്ല. കൂണിൻ്റെ വേവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റ് ടു 10 മിനിറ്റ് കേട്ടോ. അതിൽ കൂടുതൽ നിങ്ങൾ വേവിച്ച് കഴിഞ്ഞാൽ ഈ കൂണ് ഭയങ്കര ടൈറ്റ് ആയി പോകും. അതുകൊണ്ട് മാക്സിമം ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ഒരു സംഭവം സ്റ്റോപ്പ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഇതിനകത്ത് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഒഴിച്ചിട്ടില്ല. ഈ കൂണിനകത്ത് തന്നെ വെള്ളം കുറെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളിത് കൂണൊന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറുമ്പോൾ തന്നെ ആ കൂണിനകത്തുള്ള വെള്ളം എല്ലാം ഇറങ്ങി വരും. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തേങ്ങയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ കൂൺ തോരനാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം ഈ തേങ്ങ നമുക്ക് മസ്റ്റാണ്. ഒരു മുറിയുടെ ഒരു 1/4 ഭാഗം മാത്രമാണ് ഇട്ടേക്കുന്നത്. അപ്പൊ ഇതും കൂടെ കൂട്ടി നമുക്ക് നല്ലപോലെ ഇനി ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. നമ്മൾ 5 മിനിറ്റ് കണ്ടിന്യൂസ് മൂടി വെച്ചല്ല വേവിക്കുന്നത്. ഓരോ മിനിറ്റ് ഒക്കെ കഴിയുന്തോറും ഇത് എടുത്തിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി മൂടി വെക്കണം കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വെന്ത് കിട്ടിയാൽ മതി. ഇടയ്ക്കെടുത്ത് നമുക്കൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് പോകും, ഒരുപാട് കരിഞ്ഞു പോകും. നല്ലപോലെ ഇത് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ കൂണിൻ്റെ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ നമ്മളൊരു ഏകദേശം ഒരു 10 മിനിറ്റ് ഇത് അടച്ചു വെച്ച് തന്നെ വേവിച്ചു. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു 2 മിനിറ്റ് നമുക്ക് ഈ ഒരു കൂൺ നിങ്ങൾക്ക് തുറന്നു വെച്ചതിന് ശേഷം ഇളക്കി കൊടുത്തൊന്ന് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇതിന്റെ വെള്ളമയോ എല്ലാം കളഞ്ഞ് നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കാം നമ്മൾ. അപ്പൊ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായി കൂടോ. അപ്പൊ വെന്തു കേട്ടോ, സാധനം കുക്കായിട്ടുണ്ട്. നമുക്ക് ഈറ്റബിളാണ് സാധനം. ഇതിന് ഒരുപാട് വേവൊന്നും ഇല്ലാതെ ഞാൻ ഓൾറെഡി പറഞ്ഞാണല്ലോ. നമുക്ക് ഇതിപ്പോൾ കഴിക്കാം. ഇപ്പോഴും ഇനിയൊരു ടേസ്റ്റ് ഉണ്ട്. അത് ഇച്ചിരിയും കൂടെ ഒരു നല്ലൊരു മൊരിഞ്ഞ ടേസ്റ്റ് ഒക്കെ അല്ലെങ്കിൽ കുറച്ച് നേരം കൂടെ നമുക്കിത് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മൊരിച്ചെടുക്കണം. നല്ല മണമൊക്കെ വന്ന് കിട്ടണം. നല്ല അടിപൊളി മണം കേട്ടോ. വൈറ്റമിൻ ഡിയുടെ ഒരു മെയിൻ സാധനമാണ് ഈ ഒരു മഷ്റൂം കേട്ടോ. ടേസ്റ്റ് മാത്രമല്ല, അതൊരു ഹെൽത്തി ഫുഡും കൂടെയാണ് ഈ മഷ്റൂം തോരൻ. ഇത് അത്യാവശ്യം നല്ലൊരു ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ, നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിനകത്തേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ലാസ്റ്റത്തേന് മാറ്റി വെച്ച ആ കറുവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് വാങ്ങാം കേട്ടോ. ഇതാണ് നമ്മുടെ കൂൺ കേട്ടോ. ഇത് മഷ്റൂം തോരൻ. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ബോളിനകത്തേക്ക് മാറ്റാം കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മുടെ കൂണ് തോരൻ പ്ലേറ്റിലാക്കി കേട്ടോ. നല്ല പോലെ ഇങ്ങനെ മൊരിച്ചൊക്കെ എടുത്തുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ടേസ്റ്റ് നോക്കിയതാണ്. നമുക്കൊന്നും കൂടെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ ഇതിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റ് ഉണ്ടെന്നുള്ളത്. ലാസ്റ്റ് വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ഇട്ട് ഇളക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ഫ്ലേവർ അങ്ങ് ശരിക്കും സ്പ്രെഡ് ചെയ്തായിരുന്നു കേട്ടോ. നല്ലൊരു സ്മെല്ലും കാര്യങ്ങളും ആയിരുന്നു. മഷ്റൂം തോരൻ അതിനകത്ത് കിടക്കുന്ന ഈ കൂണൊക്കെ കണ്ടോ, കൂണിൻ്റെ ആ പാറ്റേണൊക്കെ നോക്കി. യെസ്, എന്തായാലും കഴിക്കാം. കുറച്ച് നേരം ഞാൻ ചവയ്ക്കുമ്പോൾ ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ടേസ്റ്റ് കയറി വരും കേട്ടോ. വേഗം വിഴുങ്ങി വിടുന്നേക്കാളും നല്ലത് നമ്മൾ കൂണെടുത്ത് വായിൽ വെച്ച് ശരിക്കും ചവച്ചരച്ച് കഴിയുമ്പോൾ ടേസ്റ്റ് കിഡിലുമായിട്ട് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. കിഡിലും സാധനമാണ്. വേഗം പ്ലേറ്റ് കാലി വന്നൊരു ഡിഷ് കേട്ടോ ഈ കൂൺ തോരണം. നമ്മളെ കുരുമുളക് പൊടി ഇട്ടതിൻ്റെ നല്ല എരിവുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരുപാട് നമ്മൾ പൊടികളൊന്നും ഇട്ടില്ല. ഈ കൂണിന് തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. നമ്മൾ ഒരുപാട് മസാലപ്പൊടികളൊന്നും ഇട്ട് നമ്മളിത് കുളമാക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. കൂൺ തന്നെ നല്ലപോലെ വേവിച്ച് നല്ല മുരിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാം കൊണ്ടും ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. കൂണ് കിട്ടുമ്പം ഇങ്ങനെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ചോറൊക്കെ ഉണ്ണാനായിട്ട് ഏറ്റവും നല്ല കറികളിൽ ഒന്നാണ് ഈ കൂൺ തോരൻ കേട്ടോ. ഒപ്പം വൈറ്റമിൻ ഡി ഒരുപാടുള്ള ഒരു ഡിഷും കൂടിയാണ് ഈ കൂൺ കേട്ടോ. അപ്പോൾ ഈ കൂണ് കിട്ടുമ്പോൾ തോരനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിഷോ സാലഡോ എങ്ങനെയും നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ല ഇമ്മ്യൂണിറ്റി പവറുകളും വൈറ്റമിൻ ഡിയും B12 അങ്ങനെ ഒരുപാട് വൈറ്റമിൻസും ഒക്കെ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഈ കൂൺ തോരൻ. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു കൂൺ തോരനും ചോറും കൂടെ പോയി കഴിക്കാൻ പോകണം. അപ്പോൾ നമുക്ക്